ഹായ്, വെൽക്കം ടു ഹെലൻ റിയാക്ട്സ്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ കൂടെ ഞാൻ ഇത്രയും നാൾ വീഡിയോ ഇടാനിട്ടും എൻ്റെ കൂടെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന് 1300 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർക്കൊരു നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ റിവ്യൂ തുടങ്ങണത്. അപ്പോൾ താങ്ക്സ് ഫോർ എൻ്റെ കൂടെ നിന്നതിന്. കുറച്ച് അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. ഞാനൊരു കംബാക്ക് വീഡിയോ ഒക്കെ ഇറക്കിയായിരുന്നു, പക്ഷേ എനിക്ക് കംബാക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇനി ശരിക്കും ഞാൻ കംബാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് സിനിമേനെ പറ്റി പറയാം. അപ്പോൾ ഞാൻ കുറേ നാൾ കൂടി കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമേനെ പറ്റി പറയാനാണ് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പം ഞാൻ ഈ അടുത്തായിട്ട് കുറേ സിനിമകൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ നമുക്ക് എല്ലാത്തിൻ്റെ റിവ്യൂ അങ്ങ് പറയാം. പക്ഷേ ആദ്യം തന്നെ നമുക്കൊരു അടുത്തിറങ്ങിയൊരു മലയാള സിനിമേനെ പറ്റി പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം തുടരുമിനെ പറ്റി പറയാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്, പക്ഷേ എനിക്ക് അപ്രോച്ച് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമേനെ പറ്റി പറയാമെന്ന് പിന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനിപ്പോൾ പറയുന്നൊരു സിനിമയാണ് പടക്കളം സിനിമ. ഈ സിനിമ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയില്ല. സിനിമേനെ പറ്റി മിക്സ്ഡ് റിവ്യൂസ് ആണെന്ന് ഞാൻ പലയിടത്തും കണ്ടു, പക്ഷേ ചില സ്ഥലത്തൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്സ് ആണെന്നും കണ്ടു. എനിക്ക് തോന്നുന്നു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് അപ്രോച്ച് നടത്തിയൊരു സിനിമയാണ് പടക്കളം എന്ന് ആണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ സിനിമ ഡയറക്റ്റ് ചെയ്തേക്കുന്ന മനു സ്വരാജാണ്, പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് വിജയ് ബാബു ഫ്രൈഡേ ഫിലിം ഹൗസാണ്. ഇതിലെടുത്ത് പറയാനുള്ളത് സന്ദീപ് പ്രദീപിൻ്റെ അഭിനയമാണ്. ഫാലിമി സിനിമയെന്നാണ് ഞാൻ ആദ്യം സന്ദീപ് പ്രദീപിനെ കണ്ടത്. പിന്നെ ജിംഖാനയിലുണ്ടെന്ന് കേട്ടു, പക്ഷെ എനിക്ക് ജിംഖാന കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ പടക്കളത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് സന്ദീപ് പ്രദീപിൻ്റെ ആക്ടിംഗ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് ഇപ്പോൾ ഇതിനകം പലർക്കും തന്നെ അറിയായിരിക്കും. അപ്പോൾ ഈ റോൾ റിവേഴ്സിൽ വരുമ്പോൾ ഭയങ്കര ക്ലിയർ ആയിട്ട് ആ ഒരു വില്ലൻ ആർക്ക് ആ ഒരു ക്യാരക്ടറിന് പോർട്രേ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതുകൊണ്ട് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും സന്ദീപ് പ്രദീപിനെയാണ്. പിന്നെ ചിലയിടത്തൊക്കെ ഞാൻ കണ്ടു സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു കംബാക്കാന്ന് ഞാൻ കണ്ടു. നമ്മുടെ ഏതോ ഒരു ട്രോളും മീമിൽ ഞാൻ കണ്ടു. എനിക്ക് കംബാക്ക് എന്നുള്ളൊരു ഇതല്ല, പക്ഷേ കുറേ നാൾ കൂടിയിട്ട് സുരാജ് വെഞ്ഞാറമൂടിൻ്റെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വിട്ട് കുറച്ച് ചില്ലായിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് എനിക്ക് ആ ഒരു ആർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഷറഫുദ്ദീനും നല്ല രസമായിട്ടാണ് ചെയ്തത്. ആക്ടിങ് വൈസ് എല്ലാവരും അടിപൊളിയായിരുന്നു. പക്ഷേ എവിടേക്കോ ചില സമയത്ത് നമ്മൾ 4 ഫ്രണ്ട്സ് ആണല്ലോ, അപ്പോൾ ഈ 4 ഫ്രണ്ട്സിൻ്റെ ഒരു സംസാരത്തിൻ്റെ ഒക്കെ ഇടയ്ക്ക് കുറച്ചൊരു ഓവറാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ മേ ബി സിനിമ ഡിമാൻഡ് ചെയ്യണോണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതെനിക്ക് അങ്ങോട്ട് വലിയ ചില ഓവറായിട്ട് എന്തൊക്കെയോ കാണിക്കുന്ന പോലെ തോന്നി. അത് മാത്രം എനിക്കൊരു പിടിച്ചില്ല. ബാക്കി എല്ലാം നൈസായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും അടിപൊളിയായിരുന്നു. എനിക്ക് സിനിമയിൽ ആക്ടിങ്ങിലുപരി എനിക്ക് സിനിമയുടെ കോൺസെപ്റ്റാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇപ്പം നമ്മൾ ഇതിഹാസ സിനിമയിലാണ് അവസാനം ഞാൻ ഈ റോൾ റിവേഴ്സിൽ കണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സിനിമയിലാണ് പടക്കളത്തിലാണ് ഞാൻ കണ്ടത്. പിന്നെ അത്യാവശ്യം ചിരിക്കാനുള്ളൊരു സിനിമയായിരുന്നു. നമുക്കങ്ങനെ സീറ്റ് എഡ്ജിൽ ഇരുന്ന് ടെൻഷൻ അടിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അത് ഭയങ്കര കൂൾ ആൻഡ് ചില്ലായിട്ട് നമുക്ക് കണ്ടു തീർക്കാവുന്ന ഒരു പടമായിരുന്നു. പിന്നെ സസ്പെൻസ് ഉണ്ടായിരുന്നു. ആ സസ്പെൻസ് എന്താണെന്നറിയാനും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഈ അടുത്ത് കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു പടക്കളം. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് നിങ്ങൾ താഴെ കമൻറ്റിൽ പറയാൻ മറക്കരുത്. പിന്നെ ഒരുപാട് പഴയ പടങ്ങൾ ഞാൻ ഈ അടുത്ത് കാണുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 90s 80s ഇംഗ്ലീഷ് പടങ്ങൾ കുറേ പ്രൈമിൽ ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ അങ്ങനെ കുറച്ച് സിനിമകൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ റിവ്യൂ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. സോ നേരത്തെ ഞാനൊരു കംബാക്ക് വീഡിയോ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ശരിക്കും കംബാക്ക് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇനിയാണോ ഒന്ന് കംബാക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമൻറ്റിൽ പറയാൻ മറക്കരുത്. ഇനി നിങ്ങൾക്ക് ഏത് മലയാളം സിനിമയാണ് റിവ്യൂ ചെയ്യേണ്ടത് നിങ്ങൾ കമൻറ്റിൽ പറയണം. പിന്നെ നമ്മൾ സിനിമ മാത്രമല്ല വേറെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ കമൻറ്റിൽ പറയാൻ മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഹെലൻ റിയാക്ട്സ് അഗെയിൻ. എൻ്റെ കൂടെ ഇതുവരെ നിന്ന 1300 സബ്സ്ക്രൈബേഴ്സിനും എനിക്ക് വളരെ നന്ദിയുണ്ട്. അതുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ഹെലൻ റിയാക്ട്സ്. താങ്ക് യു. അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം.